ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പരിശുദ്ധി അമ്മ മാതാവിൻ്റെ മക്കളെ, പരിശുദ്ധി അമ്മ മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 15ാം ദിവസത്തിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട് ഇന്ന് ഈ ശുശ്രൂഷയെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ. കാരണം അനേകം മക്കൾ മെസ്സേജായിട്ടും വിളിച്ചുമായിട്ട് പറയുന്നുണ്ട്, പുണ്യത്തിൽ വളരുവാനും പരിശുദ്ധി അമ്മയോട് കൂടുതൽ അടുക്കുവാനും ധാരാളം ജപമാല ചൊല്ലുവാനും പ്രത്യേകിച്ച് പുണ്യജീവിതത്തിലൂടെ വലിയൊരു സന്തോഷവും ആനന്ദവും അനുഭവിക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്ന് പലരും പറയുണ്ടായി. ആ വെളിച്ചത്തിൽ പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് നിൽക്കുക. പക്ഷെ എനിക്ക് നിങ്ങളോടെല്ലാം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ള കാര്യം, സാത്താൻ ഏറ്റവും കൂടുതൽ വിഷമമുള്ള കാര്യമായതുകൊണ്ട് നമ്മളെ ഇത് പൂർണ്ണതയിലേക്ക് വരുത്താതിരിക്കാനായിട്ട് എപ്പോഴും അവൻ ഓരോ രീതിയിലും പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അവൻ വെക്കുന്ന ഓരോ കെണികളെയും തകർക്കാനായിട്ട് നമുക്ക് ഒരു കടമയുണ്ട്. അതിന് സഭ ഒത്തിരി മാർഗങ്ങൾ തന്നിട്ടുണ്ട്. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുക. നമുക്ക് പുണ്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, നിരാശ വരുന്നു, നമ്മളിങ്ങനെ ആകപ്പാടെ ഒരു ഡെസ്പായി പോകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങളൊരു 3 പ്രാവശ്യം വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിച്ച് അതിലൂടെ ആ മേഖലയുടെ കെട്ടുകൾ അഴിയാൻ തുടങ്ങും. ഈ നിമിഷം തന്നെ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷകളെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയുടെ വലിയൊരു ചൈതന്യവും ശക്തിയും പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഉടനീളം കടന്നു വരുവാൻ, ശുശ്രൂഷയിൽ വരുവാൻ, നമ്മുടെ ജീവിതത്തിൽ വരുവാൻ, നമ്മുടെ ബുദ്ധിയുടെ തലത്ത്, ഹൃദയത്തിൻ്റെ തലത്ത്, മനസ്സിൻ്റെ തലത്ത്, നമ്മുടെ ആഗ്രഹങ്ങളുടെ വികാരങ്ങളുടെ തലത്ത്, നമ്മുടെ ചിന്താഗതികളുടെ തലങ്ങളിലെല്ലാം കർത്താവിൻ്റെ വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുക. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാമോ? എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈശോയുടെ സ്നേഹത്തെ പ്രതി എളിമയോടെ ത്യാഗമേറ്റെടുത്തുകൊണ്ട് നമുക്ക് വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് നമ്മളെ തന്നെ ഈ നിമിഷം വിശുദ്ധീകരിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. ദൈവഗർഭം നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോരിനിലാകട്ടെ. ദൈവഗർഭം നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. പ്രാർത്ഥിക്കാം. സർവീശ്വരാമാലയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം, കുരിശുമരണം മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഒരു നിമിഷം കരങ്ങൾ യാചനയോടെ പിടിച്ച് കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് ഈ നിമിഷം അപേക്ഷിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് സകല കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ട് വചനം പറയുന്നു, സത്യാത്മാവ് കടന്നു വരുമ്പോൾ സത്യത്തിന്റെ മാർഗത്തിലൂടെ നിന്നെ നയിക്കും.
ഈ നിമിഷം നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, സത്യസഭയെ വിശ്വസിക്കാൻ, സത്യസഭയെ സ്നേഹിക്കാൻ, സത്യസഭയോട് ചേർന്ന് ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. അമ്മയുടെ കുഞ്ഞാക്കി എന്നെ മാറ്റണമേ. അമ്മയെ മഹത്വപ്പെടുത്തി ജീവിക്കാനുള്ള കൃപ നൽകണമേ. അമ്മയെ ആദരിക്കാനുള്ള കൃപ നൽകണമേ. അമ്മയെ മാനിക്കാനുള്ള കൃപ നൽകണമേ. ഇവിടെ ചേർന്നുള്ള ഒരു ജീവിതം നൽകണമേ. അമ്മയുടെ കൈ പിടിച്ച് ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ നിന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ നിന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ നിന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടലോലം രണ്ടായി മാറ്റിയ അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ
പരിശുദ്ധാത്മാവേ, ഉറക്കെ വിളിച്ച മക്കളെ പരിശുദ്ധാത്മാവേ. ഒരു നിമിഷം കണ്ണടയ്ക്കാം, കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പരിശുദ്ധി അമ്മ മാതാവിനെ മാത്രം നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന്. പ്രിയപ്പെട്ടവരെ, കാൽവരി കുരിശിന്റെ ചുവട്ടില് മകൻ കുരിശിൽ കിടന്ന് വേദന കൊണ്ട് പൊളയുന്ന സമയത്ത് തൊട്ടരുകിൽ നിന്ന് ആ മകനെ ആശ്വസിപ്പിക്കുന്ന, മകന്റെ മുമ്പിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന, ആ മകനെ വിട്ടുപേക്ഷിക്കാതെ ആ മകനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അമ്മയുണ്ട്. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ വലിയ പ്രത്യേകതയാ വിട്ടുപേക്ഷിച്ചു പോകുന്നവളല്ല. വേദനയുടെ നടുവിലും സങ്കടത്തിന്റെ നടുവിലും തകർച്ചയുടെ നടുവിലും ഒറ്റപ്പെടലിന്റെ നടുവിലും ആരുമില്ലാത്ത അവസ്ഥയുടെ നടുവിലും തൻ്റെ മക്കളെ വിട്ടുപേക്ഷിക്കുന്നവളല്ല നമ്മുടെ അമ്മ. നമ്മുടെ അമ്മ അതാ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നീ എന്തിനാ തളർന്നേക്കണേ? എന്താ നിന്റെ കുഞ്ഞ് വിഷമം? നിന്റെ സങ്കടം എന്താ? നിന്നെ വിട്ടുപിരിയാത്ത ഒരമ്മ കാൽവരിയിൽ തൻ്റെ മകന്റെ വേദനയുടെ നടുവിൽ കൂടെ നിന്ന അമ്മ. കുഞ്ഞെ, നിന്റെ വേദനയുടെ അടുത്ത് നിന്റെ കൂടെ 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 അമ്മയുണ്ട്. കുഞ്ഞെ, നിനക്ക് അമ്മയോടൊന്ന് ചേർന്നേ, അമ്മയൊന്ന് ചേർത്ത് പിടിച്ച്. കുരിശിൽ കിടന്നിട്ട് ഈശോ പറഞ്ഞില്ല, ഇതാ നിന്റെ മകൻ. നമുക്ക് അമ്മയെ തന്നിരിക്കുക. നമ്മളോട് പറഞ്ഞില്ല, ഇതാ നിന്റെ അമ്മ. നമുക്ക് അമ്മയൊന്ന് ചേർത്ത് പിടിച്ചിട്ട് അമ്മയോട് പറ, അമ്മേ, എന്റെ സങ്കടം ഇതാ, എന്റെ വിഷമ ഇതാ, എന്റെ ഒറ്റപ്പെടൽ ഇതാ, ഇനി ആരും മനസ്സിലാക്കാത്ത അവസ്ഥ ഇതാ, ഞാൻ അനുഭവിക്കുന്ന തകർച്ച ഇതാ. അമ്മേ, നീ എന്റെ സഹായ, നീ എന്റെ കൂടെയാ, നീ എന്റെ പെറ്റമ്മയേക്കാൾ അധികമായി സ്നേഹിക്കുന്ന അമ്മയാ, യഥാർത്ഥ അമ്മയാ. എന്റെ അമ്മേ, എന്നെ ഒന്ന് രക്ഷിക്കണമേ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എന്നെ ഒന്ന് ഉണർത്തണമേ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപമംഗലമായ എൻ്റെ ജീവിതത്തെ ഒന്ന് ശുദ്ധീകരിച്ച് നിന്റേതാക്കി ഒന്ന് മാറ്റണമേ എന്ന് മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങളിത് അങ്ങേ സങ്കേതത്തിൽ ഓടി അഭയത്തിനായിട്ട് അണയുന്നു. പാപികളാ ഞങ്ങളുടെ മേൽ അലിവാർന്ന് അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം ഒന്ന് അപേക്ഷിക്കണമേ. നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും കൂട്ടായ്മയുടെയും തിരുസഭയുടെയും ശുശ്രൂഷയുടെയും സൃഷ്ടപ്രപഞ്ചത്തിന്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന പിശാചിന്റെ സകല കുട്ടിലതന്ത്രങ്ങളെയും നമ്മുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് കളയണമേ. ക്രിസ്തുനാഥാ, നിത്യപിതാവിന്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപ്പതനം, യുദ്ധം, ദുരന്തം, കലഹം, പകർച്ചവ്യാധി, ഭീകരപ്രവർത്തന ആദ്യാവിൽ നിന്നെല്ലാം ഞങ്ങൾ രക്ഷിതരാകട്ടെ. യേശുവിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളുടെ അഭിഭാഷയാകണമേ. ക്രിസ്തുനാഥ, നിത്യപിതാവിന്റെ പുത്ര, ഈ നിമിഷം പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കല്ലോ. പരിപൂർണമായി കിട്ടും. പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കുടുംബത്തെ, ഞങ്ങളുടെ കുടുംബത്തിലെ വിഷമങ്ങളെല്ലാം അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. അമ്മയെ സ്വീകരിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ പ്രതിഷ്ഠാജപം എല്ലാ ദൈവമക്കളും ഒന്ന് ചേർന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് ഉരുവിട്ടെ. ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകാമറിയമേ, ദൈവത്തിന്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അങ്ങേ എന്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവന്റെ എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് അങ്ങേ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു.
പ്രതിഷ്ഠിക്കുന്നു. എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അങ്ങേ തിരുമുമ്പിൽ ഈ നിമിഷം സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ സത്പ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളുടെ യോഗ്യതകളോട് ചേർത്ത് അങ്ങേ തൃപ്പാദത്തെങ്കിൽ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അങ്ങേ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. ആമേൻ, ആമേൻ. ഈശോമിശിഹായ്ക്ക് എപ്പോൾ സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. ശാന്തമായിട്ടിരിക്കാം. വിമല ഹൃദയ പ്രതിഷ്ഠ ഒരുക്ക ശുശ്രൂഷയുടെ 15ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. ഇന്നലെ ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, അച്ഛാ, ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പുണ്യം അഭ്യസിക്കാനായിട്ട് പരിശ്രമിച്ചാൽ മതിയോ? അങ്ങനെയൊക്കെ പോയാൽ ആ പ്രതിഷ്ഠയാകോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതിൻ്റെ ആരംഭത്തിൽ നിങ്ങളോട് പറഞ്ഞൊരു കൊച്ചു കാര്യമുണ്ട്. വിമല ഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥനകൾ മാത്രം ഉരുവിടുന്നതുമല്ല, ഒപ്പം പ്രവർത്തിക്കുകയൂടി ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ പ്രാർത്ഥനയും പ്രവൃത്തിയും. പ്രാർത്ഥനയുണ്ട്, ഒപ്പം പ്രവൃത്തി ഏതാ? പുണ്യപ്രവർത്തികൾ ചെയ്യുക. ഒപ്പം എന്ത് ചെയ്യണം? പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഏതാ? പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് വിശുദ്ധ മോൺഫോർട്ടിന് കൊടുത്തിരിക്കുന്ന 33 ദിവസം ഓരോ ദിവസവും ചെല്ലാനുള്ള പ്രാർത്ഥനയുണ്ട്. രണ്ടാമത്തെ ഒരു പ്രതിഷ്ഠയാണ് അമലോത്ഭവ മാതാവിൻ്റെ പ്രതിഷ്ഠ. അതിനും ഓരോ ദിവസവും അനുദിന പ്രാർത്ഥനകളുണ്ട്. ആ അനുദിന പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ത്രികാല ജപം ചെല്ലണം, വിശ്വാസ പ്രമാണം ചെല്ലണം. അതിനുശേഷം പ്രിയപ്പെട്ടവരെ ഒരു പ്രതിഷ്ഠയുണ്ട്. അതുപോലെ തന്നെ പുണ്യങ്ങൾ കിട്ടാനുള്ള ഒരു ജപമാലയുണ്ട്. പുണ്യത്തിൻ്റെ ജപമാല, 7 പുണ്യങ്ങൾ കിട്ടാനുള്ള ജപമാലയുണ്ട്. വീണ്ടും പെന്തക്കോസ്ത അനുഭവം കിട്ടാനുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. പിന്നെ ഓരോ ദിവസവും നമ്മൾ വായിക്കേണ്ട ഒരു ചെറിയ സന്ദേശമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ചെയ്യേണ്ടതാ. ചില വ്യക്തികളെ സംബന്ധിച്ച് ഈ പ്രാർത്ഥനകൾ ചിലപ്പോൾ കിട്ടുന്നില്ലായിരിക്കാം. നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ ആ കാണുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ ചൊല്ലണം. ആ പ്രാർത്ഥനയും ചൊല്ലണം, ഒപ്പം പ്രവൃത്തിയും വേണം. അതുപോലെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ആ പ്രാർത്ഥന കിട്ടാനുള്ള അവസ്ഥയില്ല എങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ മതി. നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഞങ്ങളത് അയച്ചു തരും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ പ്രാർത്ഥനയും പ്രവൃത്തിയിലൂടെയും വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പ്രതിഷ്ഠ നടത്താൻ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നുവെന്ന് അച്ഛൻ വിശ്വസിക്കുക. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന അനേകരുണ്ടെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമയോടുകൂടി സ്വർഗത്തിൽ പോകാനുള്ള വലിയ ദാഹത്തോടെ ആയിരിക്കണം ഈ ശുശ്രൂഷയിൽ മുഴുവൻ നേരം പങ്കുചേരേണ്ടത്. ഒപ്പം നിങ്ങൾ അനേകരെ കൊണ്ടുവരണം. നമ്മൾ നടത്തി അതുകൊണ്ട് ഞാൻ മാത്രം രക്ഷപ്പെടും, അതല്ല മക്കളെ. നമുക്കറിയാവുന്ന എല്ലാവരോടും പറഞ്ഞിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് അമ്മയെ അറിയാൻ പറയണം. അമ്മയെ മനസ്സിലാക്കാൻ, അമ്മയെ സ്നേഹിക്കാനുള്ള വലിയൊരു കൃപ എല്ലാ മക്കൾക്കും കിട്ടാനായിട്ട് നമ്മൾ തന്നെ അനേകരെ ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം. ഒരുമിച്ച് ഒന്നും കൂടി പറയാമോ? ഹല്ലേലൂയ. സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ 15ാം ദിവസം നമ്മൾ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ആ വിഷയത്തിൻ്റെ പേരാണ് ഇരുളിൻ്റെ 3 ദിനങ്ങൾ. ഇരുളിൻ്റെ 3 ദിനങ്ങൾ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ബൈബിളിൽ ഇതെവിടെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുക? പുറപ്പാടിൻ്റെ പുസ്തകം 10-ാം അധ്യായം 21-ാമത്തെ വചനമെടുത്ത് വായിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേൽ മക്കൾ, അവരെ രക്ഷിക്കാനായിട്ട് പല കാര്യങ്ങളും ചെയ്തു. എന്നാൽ അവരെ വിട്ടുകൊടുക്കാതെ വരുമ്പോൾ ദൈവം മുന്നറിയിപ്പായിട്ടും ഒപ്പം ശിക്ഷയുടെ പ്രകടനമായിട്ടും കാണിച്ചു കൊടുക്കുന്ന കാര്യമാണ് 3 ദിവസം ദേശത്ത് മുഴുവനും ഇരുളുമ. ആ ദേശം മുഴുവനും അന്ധകാരപ്പെട്ട അവസ്ഥ. പ്രിയപ്പെട്ടവരെ, പിന്നീട് നമുക്കിത് കാണാൻ പറ്റുന്നത് യോനാ പ്രവാചകന്റെ ജീവിതത്തിലാണ്. യോനാ പ്രവാചകനെ ഇതാ തിമംഗലം വിഴുങ്ങുന്നു. 3 ദിവസം ഇരുളിൽ കഴിയുന്ന അവസ്ഥ. പിന്നീട് ബൈബിളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്ന മറ്റൊരു ദിവസം, മറ്റൊരു കാഴ്ചയുണ്ട്. അത് കാൽവരിയിലാണ്. കാൽവരിയിൽ ഈശോ മരിക്കുന്ന സമയത്ത് 3 മണിക്കൂർ അന്ധകാരമാണ്. പിന്നീട് നമ്മൾ കാണുന്ന ഈശോയെ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട് 3-ാം ദിവസം ഉയർക്കുന്ന സമയം വരെ പ്രിയപ്പെട്ടവരെ മരണത്തിൻ്റെ നിഴൽ
ഭൂമുഖത്ത് മുഴുവനും വ്യാപിച്ചിരിക്കുന്ന എന്ന് വെച്ചാൽ അന്ധകാര ശക്തി അധികാരമേറ്റെടുത്ത ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ എന്തിനാണ് ഇരുളിൻ്റെ 3 ദിനത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതെന്ന് ചോദിച്ചാൽ, യുഗാന്ത്യ സമയത്ത്, അന്ത്യകാല സമയത്ത് കടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് 3 ദിവസം ഭൂമുഖം മുഴുവനും അന്ധകാരമായി തീരും എന്നുള്ള കാഴ്ച. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് മൂന്ന് രീതിയിലാണ്. ഒന്ന്, ഇങ്ങനെ വരുമ്പോൾ ഇത് ഒരടയാളമായിട്ട് കാണണം. രണ്ടാമത്, ഇത് മനസ്സിലാക്കേണ്ടേ ഈ മാനവരാശിയും പ്രത്യേകിച്ച് സകല ക്രൈസ്തവ മക്കളും സഭയും നേരിടാൻ പോകുന്ന കഠിനമായിട്ടുള്ള പ്രലോഭനമാണ് ഇതിന്ന് മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അന്ധകാര ശക്തികളുടെ വിജയ ആഘോഷമാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അക്കാലത്ത് പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം തരില്ല. ഈ ഒരവസ്ഥ ലോകത്ത് മുഴുവനും സംജാതമാകും. പ്രിയപ്പെട്ടവരെ, ഇത് വാചികമായിട്ട് മനസ്സിലാക്കാനല്ല, അല്ലെങ്കിൽ ഭൗതികമായിട്ട് ഇരുളിമ ഭൂമുഖത്ത് മുഴുവനും വ്യാപരിക്കും, ഇതല്ല അച്ഛൻ ഇന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുക. ഇതിനൊരു ആത്മീയ തലമുണ്ട്. ആത്മീയ തലം എന്താണെന്ന് ചോദിച്ചാൽ, സഭയിൽ സാത്താൻ കടന്നു വന്ന് നടത്താൻ പോകുന്ന പ്രലോഭനങ്ങളും നാശത്തെക്കുറിച്ചാണ് 3 ദിവസത്തിന്റെ ഇരുളിമ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു അവസ്ഥ വന്നു. പ്രിയപ്പെട്ടവരെ, എപ്പോഴാ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ നിന്നും വിശ്വാസം നഷ്ടപ്പെടുത്തിയപ്പോൾ, പ്രത്യാശ എടുത്തു മാറ്റിയപ്പോൾ, ഒപ്പം അവരുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം എടുത്തു കളഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ മുഴുവനും വ്യാപരിച്ച ഒരവസ്ഥയാണ് അന്ധകാര അവസ്ഥ. വീണ്ടും നമ്മൾ മനസ്സിലാക്കണം, ഈ അന്ധകാര അവസ്ഥ പിന്നീട് വന്ന കാൽവരിയിലാണ്. ഈശോ മരിക്കുന്ന സമയത്ത് കാൽവരിയിൽ ഈ അന്ധകാരത്തിന്റെ ഒരു ശക്തി വ്യാപരിക്കപ്പെട്ടു. എപ്പോഴാ? സ്നേഹം വെല്ലുവിളിക്കപ്പെട്ട സമയമാത്, പ്രത്യാശ വെല്ലുവിളിക്കപ്പെട്ട സമയമാ, വിശ്വാസം വെല്ലുവിളിക്കപ്പെട്ട സമയത്ത് കാൽവരിയിൽ ഉണ്ടായ കാഴ്ചയും ഈ അന്ധകാര ശക്തി അവിടെ കയറി ഭരിക്കുന്നതാ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അച്ഛൻ ഇന്ന് ഇതിനെക്കുറിച്ച് ഒരു ചെറിയ വ്യാഖ്യാനം തരാൻ ഉദ്ദേശിക്കുന്ന ഇപ്രകാരമാണ്. അവസാന കാലഘട്ടത്തിൽ ലോകത്തിലെ സകല മക്കളിൽ നിന്നും സാത്താൻ എടുത്തു മാറ്റാൻ നോക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വിശ്വാസം എടുത്തു മാറ്റുക. 2, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും പ്രത്യാശ എടുത്തു മാറ്റുക. 3, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും സ്നേഹം എടുത്തു മാറ്റുക. ഇതിനായിട്ട് സാത്താൻ ആദ്യം ചെയ്യുന്ന കാര്യം സഭയെ നശിപ്പിക്കുക, സഭയെ തകർക്കുക. എന്തിനാണ് സഭയെ തകർക്കുന്നത്? പ്രിയപ്പെട്ടവരെ, സഭയിലൂടെയാണ് മനുഷ്യ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും വിത്ത് വിതയ്ക്കപ്പെട്ട്. അപ്പൊ സഭയെ ഒരു വ്യക്തി തകർക്കുമ്പോൾ, സഭയിലുള്ള വിശ്വാസം ഒരു വ്യക്തിയുടെ തകരുമ്പോൾ, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും വിശ്വാസം പോകും. സഭയിലുള്ള പ്രത്യാശ ഒരു വ്യക്തിയിൽ നഷ്ടപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും ആ പ്രത്യാശ നഷ്ടപ്പെടും. സഭ ഒരു സ്നേഹമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ചിത്രീകരിക്കപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്നും ആ സ്നേഹവും നഷ്ടപ്പെടും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോണം, അവസാന കാലഘട്ടത്തിൽ സാത്താൻ കടന്നു വന്ന് ചെയ്യാൻ പോകുന്ന 3 കാര്യം മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് സ്നേഹവും പ്രത്യാശയും വിശ്വാസവും എടുത്തു മാറ്റുക. അതിനവൻ ചെയ്യാൻ പോകുന്ന കാര്യം സഭയോടുള്ള സ്നേഹം, സഭയിലുള്ള പ്രത്യാശ, സഭയിലുള്ള വിശ്വാസം എടുത്തു കളയുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്തൊക്കെ സഭയിലുണ്ടായാലും സഭയെ വിട്ടേക്കരുത്. കാരണം മിശിഹായുടെ ഭൗതിക ശരീരമാ, പലതും കൊണ്ടാകും. വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ഒരു സഭയാണ്, സ്നേഹയോഗ്യമാകാത്ത ഒരു സഭയാണ്, പ്രത്യാശിക്കാൻ ഒരു വകുപ്പുമില്ലാത്ത കാര്യമാണ്. പല കാര്യവും സഭയ്ക്കകത്തും പുറത്തും ഉണ്ടാകും. പലതും സാത്താൻ കെണിയൊരുക്കും. പക്ഷേ നമുക്ക് വിമർശിക്കാൻ പോയേക്കരുത്, അത് ഉപേക്ഷിക്കാൻ പോയേക്കരുത്, അതിനെ തകർക്കാനായിട്ട് പോയേക്കരുത്, അതിനെതിരായിട്ട് സംസാരിക്കാനും ജീവിക്കാനും നോക്കിയേക്കരുത്. കാരണം ഇത് അന്ത്യകാലഘട്ടത്തിൽ സാത്താൻ വെക്കുന്ന ഒരു കെണിയാ. ഇത് മുന്നറിയിപ്പായിട്ട് ഓരോ മക്കളും ഇന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇതിൽ ആദ്യത്തെ കാര്യം നമുക്ക് പരിശോധിക്കാം. പ്രിയപ്പെട്ടവരെ, സഭയിലുള്ള
എന്ന് വെച്ചാൽ ഇരുളിൻ്റെ ഒന്നാം തലം എന്ന് പറയണേ വിശ്വാസം നഷ്ടപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ കാണുന്ന ആദ്യ മാതാപിതാക്കളില്ല. ആദ്യ മാതാപിതാക്കളിൽ സാത്താൻ കടന്നു വന്നിട്ട് സാത്താൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. വൃക്ഷത്തിൻ്റെ ഫലത്തെക്കുറിച്ച് ദൈവം പറഞ്ഞത് നുണയാ. ആദ്യ മാതാപിതാക്കളോട് സാത്താൻ വന്ന് പറയുന്നത്, ഈ വൃക്ഷത്തിൻ്റെ ഫലത്തെക്കുറിച്ച് ദൈവം നിങ്ങളോട് വന്ന് പറഞ്ഞത് നുണയാ. നുണ പറഞ്ഞ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വസിക്കണോ? വീണ്ടും അവൻ പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ്, നുണ പറയുന്നവനെ വിശ്വസിക്കാൻ കൊള്ളില്ല, രഹസ്യം നിങ്ങളിൽ നിന്ന് അവൻ മറച്ചു വെച്ചിരിക്കുക. അതിനുശേഷം അവൻ പറയുവാണ്, സത്യം പറയുന്നത് ഞാനാ. വീണ്ടും അവൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, യഥാർത്ഥ ജ്ഞാനം തരുന്നതും ഞാനാ. വീണ്ടും അവൻ പറയുന്ന ഒരു കാര്യം ഇതാണ് പ്രിയപ്പെട്ടവരെ, താൻ പറയുന്നതാണ് യഥാർത്ഥ സത്യം, തന്നെയാണ് വിശ്വസിക്കാൻ കൊള്ളൂ എന്ന് അവൻ സ്ഥാപിച്ചു. കേട്ടെ, 3 കാര്യമാണ് അവൻ ചെയ്തത്. ഒന്ന്, ദൈവം നുണയനാണ്, നുണയനെ രക്ഷിക്കാൻ പറ്റില്ല, അവൻ നിങ്ങളെ സത്യം മറച്ചു വെച്ചിരിക്കുക. എന്നിട്ട് പറയുന്നു, സാത്താൻ തന്നെ പറയുവാണ്, അവൻ ജ്ഞാനിയാണ്, അവൻ സത്യമാണ്, അവനെയാണ് വിശ്വസിക്കാൻ യോഗ്യൻ. ആദ്യ മാതാപിതാക്കൾ എന്ത് ചെയ്തു പ്രിയപ്പെട്ടവരെ? ഇവൻ പറഞ്ഞ കാര്യം കേട്ട് ദൈവ കൽപ്പനയിൽ അവർക്ക് സംശയം വരാൻ തുടങ്ങി. അവരുടെ ഹൃദയത്തിൽ നിന്നും സാത്താൻ പതുക്കെ ഈ വിശ്വാസം അടർത്തി മാറ്റി. അവർ അറിയാതെ അവൻ്റെ വാക്കിൽ വിശ്വസിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് വീഴ്ച പറ്റി. അന്ത്യകാലഘട്ടത്തിൽ വരാൻ പോകുന്ന ഒരു കാര്യം ഇത് തന്നെയാ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ അതിശക്തമായിട്ടുള്ള പ്രലോഭനം കടത്തിവിട്ടിട്ട് വിശ്വാസത്തിൻ്റെ മേഖലയിൽ പരീക്ഷണം വരും. അതിനായിട്ട് സാത്താൻ ആദ്യം വെക്കുന്ന കാര്യം സഭയിലുള്ള വിശ്വാസം. നമുക്ക് സഭയിലുള്ള വിശ്വാസം ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കാൻ, തകർക്കാൻ പറ്റുമോ അത് ചെയ്യും. അതുകൊണ്ടല്ലേ വചനം പഠിപ്പിക്കുന്ന ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 8-ാമത്തെ വചനം പഠിപ്പിക്കുന്ന കാര്യമുണ്ട്, ഞാൻ വീണ്ടും വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്താൻ പറ്റുമോ? ഇതിന് കാരണം എന്താ പ്രിയപ്പെട്ടവർ? ഈ കാര്യം സംഭവിക്കുക. അതുകൊണ്ട് അവൻ ചെയ്യുന്ന ആദ്യത്തെ കാര്യം സഭയിലുള്ള ദൈവമക്കളുടെ വിശ്വാസം ചിതറിക്കുക, തകർക്കുക, എടുത്തു മാറ്റുക. അതിൽ നടക്കുന്ന ഒന്നാമത്തെ കാര്യം വിശ്വാസത്യാഗമുണ്ടാകുക. വിശ്വാസത്യാഗത്തിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സഭയിൽ അതിശക്തമായിട്ടുള്ള പീഡനങ്ങൾ കടന്നു വരും. നമ്മൾ ഇന്നലത്തെ ദിവസം അതിനെക്കുറിച്ച് ഒരല്പം ആഴ്ത്തി കണ്ടതാ. അതുകൊണ്ട് അച്ഛൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. സഭയിൽ ഇന്ന് വരെ ആദിമ സഭയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തമായിട്ടുള്ള പീഡനം കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അനേകരെ വിശ്വാസം ഉപേക്ഷിച്ചിട്ട് പോകും. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ മുന്നിലിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കൊല്ലുന്നത് കാണുമ്പോൾ, നിങ്ങളുടെ മക്കളെ മോശപ്പെട്ട രീതിയിലേക്ക് ഉപയോഗിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന എത്ര പേര്? മാരകമായിട്ടുള്ള കൊലപാതകങ്ങളും മാരകമായിട്ടുള്ള പീഡകളും പ്രിയപ്പെട്ടവരെ സഭയിൽ വിശ്വസിക്കുന്നതിന്റെ ഫലമായിട്ട് കടന്നു വരുമ്പോൾ പല മക്കളുടെയും വിശ്വാസം തകരുകയും ആ വിശ്വാസം വ്യതിചലിച്ചു പോവുകയും ചെയ്യും. ഇതാണ് വിശ്വാസത്യാഗം സഭയിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത് വിശ്വാസത്യാഗം ഉണ്ടാകുന്ന രീതി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അബദ്ധ പ്രബോധനങ്ങൾ കടന്നു വരികയും അതിൽ വ്യാജ പ്രവാചകന്മാർ അതിനെ ചൂഷണം ചെയ്യാനും തുടങ്ങും. എന്ന് വെച്ചാൽ ആ പ്രബോധനങ്ങളെടുത്ത് ദൈവമക്കളെ നശിപ്പിക്കാൻ തുടങ്ങും. രണ്ടാമത്തെ വിശ്വാസത്യാഗത, അബദ്ധ പ്രബോധനങ്ങളും വ്യാജ പ്രവാചകന്മാരും വരും. അവർ വരുന്നത് എങ്ങനെയാ? നന്മയുടെ രൂപം ധരിച്ചുകൊണ്ടും സമാധാനം സ്ഥാപിക്കുന്നവരായും, പിന്നെ മൂന്നാമതായിട്ട് പ്രിയപ്പെട്ടവരെ മാനവികതയെ ഉയർത്തി കാണിക്കുന്നതായിട്ടും അവർ കടന്നു വരും. അവരുടെ സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും അനേകം മക്കളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. ശരിയല്ലേ? നോക്കിക്കോ പ്രിയപ്പെട്ടവർ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, അവരും ഇവരും വന്ന് അതാണ് സത്യം, ഇതാണ് സത്യം, നമ്മളത് നോക്കിയേക്കരുത്. സഭയ്ക്കകത്ത് പലരും വരും, ഇതാണ് യഥാർത്ഥ പ്രബോധനം, ഇതാണ് യഥാർത്ഥ ക്രിസ്തു, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. നമുക്ക് വ്യക്തമായിട്ടും പരിശുദ്ധ ബൈബിൾ പറഞ്ഞു തന്നിട്ടുണ്ട്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പറഞ്ഞു തന്നിട്ടുണ്ട്, മക്കളെ ഇതിൽ നിന്നും വിട്ട് നമ്മൾ ജീവിക്കാൻ പോയേക്കരുത്. അപ്രകാരം ഉണ്ടാകുമ്പോൾ നടക്കുന്ന കാര്യം എന്താ? പലരും സഭയെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു, സഭയുടെ വിശ്വാസ വിഷയങ്ങൾ എതിർക്കാനും സംശയിക്കാനും തുടങ്ങുന്നു, കുദാശയെ പലരും നിന്ദിക്കാനായിട്ട് തുടങ്ങുന്നു. അതിൻ്റെ ഫലമായിട്ട് പലരുടെയും മനസ്സിലുള്ള ചിന്ത, ക്രിസ്തു മതി, എന്തിനാ സഭ, അതുകൊണ്ട് സഭ വേണ്ട, ഒരു പെന്തക്കൊസ്ത ചായ്വിലേക്ക് പലരും പോകുന്നു, ആ ചിന്താഗതികളിലേക്ക് പലരും പോകുന്നു. അതോടൊപ്പം തന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക ആത്മീയത അതിൻ്റെ തനിമയോടെ പ്രഘോഷിക്കുന്നവർ ഇല്ലാതായിത്തീരുന്നു. അതുപോലെ തന്നെ സഭയുടെ ജീർണത എടുത്തു കാട്ടിയിട്ട്
സഭയുടെ മോശപ്പെട്ട കാര്യങ്ങൾ എടുത്തു കാട്ടിയിട്ട് അനേകരുടെ മനസ്സിൽ വെറുപ്പുണ്ടാക്കുന്നു, സഭയെ ഉപേക്ഷിപ്പിക്കാനുള്ള തീരുമാനമെടുപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഫലമായിട്ട് അനേകർ സഭയെ എതിർക്കാനും വെറുക്കുവാനും വലിയ നിസ്സംഗതയോടുകൂടി ജീവിക്കാനും പെരുമാറാനും തുടങ്ങും. ഇതാണ് രണ്ടാമത്തെ വിശ്വാസത്യാഗം. ഇത് അവസാന കാലഘട്ടത്തിലുണ്ടെന്നേ, ഇന്നും ഇല്ലേ? നമ്മൾ ചിന്തിച്ചാൽ മതി. ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും തുടങ്ങിയിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് മൂന്നാമത് വിശ്വാസത്യാഗം എന്താ? അധർമ്മം വർദ്ധിക്കും. ധർമ്മത്തിനും സത്യത്തിനും വിലയില്ലാതാകും. അതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചെയ്യാൻ പാടില്ല എന്ന് കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്ന പല കാര്യങ്ങളും രാജ്യത്തും ജനതകളുടെ ഇടയിൽ പ്രബലപ്പെടാനും തുടങ്ങും, അംഗീകരിക്കാനും തുടങ്ങും. അതിനെതിരായിട്ട് സഭയ്ക്ക് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ സഭ തളർന്നിരിക്കും. ഇല്ലേ മക്കളെ? സ്വവർഗഭോഗ വിഭാഗം, ലിവിങ് ടുഗദർ, നമ്മൾ ചിന്തിച്ചാൽ മതി. അതോടൊപ്പം തന്നെ അവസാന കാലഘട്ടത്തിൽ വരുന്ന വിശ്വാസത്യാഗത്തിൽ വരുന്നതാണ് സഭയുടെ അധികാരികളിൽ ജ്ഞാനവും ഭക്തിയും ഇല്ലാത്തവരായിരിക്കും അധികാരികളായിട്ടിരിക്കുക. ഇവരെ സംബന്ധിച്ച് ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ പരിഹരിക്കണമെന്നറിയാതെ അവർ വിഷമിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും വഞ്ചിതരായി തീർന്നേക്കരുത്. വചനപ്രകാരമാണ് പഠിപ്പിക്കുക. തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നു, ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗമുണ്ടാകും, നാശത്തിന്റെ സന്താനമായ അരാജകത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അവർ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞേ, അവസാന കാലഘട്ടത്തിൽ മക്കളെ വിശ്വാസത്യാഗം അത് സഭയ്ക്കെതിരായിട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എന്തൊക്കെ സഭയിൽ വന്നോട്ടെ, ഒത്തിരി മോശപ്പെട്ട കാര്യം കേൾക്കുമായിരിക്കും, ജീർണത സഭയ്ക്കകത്ത് വന്നിരിക്കുന്നത് കാണുമായിരിക്കാം. പ്രിയപ്പെട്ടവരെ, സഭയിലെ എന്നാ പറയുന്നത്, സഭയുടെ നേതൃത്വത്തിൽ അധാർമികത വന്നേക്കാം, സഭയിലെ നേതൃത്വത്തിലുള്ളവർക്ക് വീഴ്ചകൾ സംഭവിച്ചേക്കാം. ഇങ്ങനെ പല കാര്യവും നമ്മൾ കേൾക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളോട് കർത്താവ് പറയുന്ന കാര്യം ഇപ്രകാരം ഉണ്ടാകുമ്പോഴും പ്രതികരിക്കാൻ പോകണ്ട, എതിർക്കാൻ പോകണ്ട, സംശയിക്കാൻ പോകണ്ട, ക്രിസ്തു മതി, സഭ വേണ്ട എന്ന് വെച്ച് പോകാൻ പോകണ്ട. അതുപോലെ തന്നെ അധാർമികതയുടേതായിട്ടുള്ള ചില വചന പ്രഘോഷണങ്ങൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ അതിൽ വിശ്വസിക്കാനായിട്ട് പോയേക്കരുത്, നിങ്ങൾ ചോദ്യം ചെയ്യാനായിട്ട് പോയേക്കരുത്. നിങ്ങൾ കർത്താവിൻ്റെ സഭയാണ്, ഈ സഭ ഇത് പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത്. അവസാന കാലഘട്ടത്തിൽ ഇങ്ങനെ വന്നാൽ മാത്രമാണ് വലിയൊരു ശുദ്ധീകരണം ഉണ്ടാകൂ എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം അനുവദിച്ചതാണെന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ സഭയിൽ വിശ്വസിച്ചേക്കണം, എതിർത്തേക്കരുത്, സംശയിച്ചേക്കരുത്, ഇട്ടിട്ട് പോയേക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ ഇരുളിമയാ. അതാണ് പ്രിയപ്പെട്ടവരെ പ്രത്യാശ നഷ്ടമാകുന്നത്. നമുക്ക് ആദ്യ മാതാപിതാക്കളിലേക്ക് തന്നെ പോകാം. ആദ്യ മാതാപിതാക്കളോട് സാത്താൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം അസൂയാവാലുവ. പറഞ്ഞാണ് ദൈവം അസൂയാവാലുവ. അസൂയാവാലുവായ ദൈവത്തിന് എങ്ങനെയാ മനുഷ്യനെ രക്ഷിക്കാൻ പറ്റുക? ഈ അസൂയാവാലു ആയതുകൊണ്ടാണ് ദൈവത്തിനറിയാം നിങ്ങൾ ആ കനി ഭക്ഷിച്ചാൽ ദൈവത്തെ പോലെ ആകും. അതുകൊണ്ടാണ് അവൻ അത് പറയ്ക്കാൻ അനുവദിക്കാത്തത്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമുള്ള ചില ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്നിലാണ് പ്രത്യാശ വെക്കണ്ടേ, ഞാൻ പറയുന്ന കാര്യത്തിലാണ് പ്രത്യാശ വെക്കണ്ടേ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ഈ കനി നിങ്ങൾ ഭക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, അറിയാതെ അവർ സാത്താന്റെ വാക്കിൽ പ്രത്യാശ വെച്ചു. അതിനോന്റെ ഫലമായിട്ട് അവർ വീണുപോയി. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യന്റെ നിത്യതയോളം നിത്യതയിലേക്കുള്ള യാത്രയിൽ കൂടെ നിൽക്കുന്ന കാര്യമാണ് മനുഷ്യന്റെ ജീവിതത്തിലെ പ്രത്യാശ. ഈ പ്രത്യാശ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാ. ഒരു വ്യക്തിയുടെ വിശ്വാസം ക്ഷയിച്ചാൽ പ്രത്യാശയും പോകും. ഒരു വ്യക്തിയുടെ വിശ്വാസം ഇളക്കം തട്ടിയാൽ പ്രത്യാശയിലും ഇളക്കം തട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ഈ പ്രത്യാശയും വിശ്വാസവും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം അവസാന കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ ഇളക്കം വരുമ്പോൾ അനേകരുടെ പ്രത്യാശയും നഷ്ടപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് ഇളകാതിരിക്കാനും നഷ്ടപ്പെടാതിരിക്കാനും അവസാന കാലഘട്ടത്തിൽ ഓരോ ക്രൈസ്തവ മക്കളും പരിശ്രമിക്കണം. അതിന് നമ്മൾ ചേർത്ത് പിടിക്കുന്നത് പരിശുദ്ധ അമ്മയാ. നിങ്ങൾ തിരിച്ചറിഞ്ഞ പ്രിയപ്പെട്ടവരെ, അവസാന കാലഘട്ടത്തിൽ സാത്താൻ വെക്കുന്ന കാര്യം എന്നറിയോ? അതികഠിനമായിട്ടുള്ള ഭീകര പ്രവർത്തനങ്ങൾ കടന്നു വരും. അതിന്റെ ഫലമായിട്ട് ദൈവം നന്മയല്ല, ദൈവം സ്നേഹമുള്ള ആളല്ല,
ദൈവം കരുണയുള്ള ആളല്ല എന്ന് അവൻ സ്ഥാപിക്കാനായിട്ട് അതികഠിനമായിട്ടുള്ള ഭീകര പ്രവർത്തനങ്ങൾ ഭൂമിയിൽ ഉടലെടുക്കും. രണ്ടാമത് അവൻ കൊണ്ടുവരുന്ന കാര്യം, സ്വർഗം എന്ന് പറയുന്ന കാര്യമില്ല, ഈ ഭൂമിയിലെ ജീവിതം ഒന്നേ ഉള്ളൂ, ആ ജീവിതം നന്നായിട്ട് ജീവിച്ച് അടിച്ചു പൊളിച്ചാൽ മതി. മൂന്നാമത് പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ ആ വ്യക്തിയിൽ കടന്നു വരുന്ന ഒരു കാര്യമാണ്, ധാർമ്മികതയ്ക്ക് താല്പര്യമില്ല, മൂല്യമില്ലാതായി തീരും, സ്വന്തം ഇഷ്ടപ്രകാരം എന്തും ചെയ്യാൻ തുടങ്ങും. അതിലൂടെ എന്ത് കിട്ടുന്നു? അവന്റെ രാജ്യത്തിലേക്ക് ഒരു ആത്മാവിനെ കൊണ്ടുപോകാൻ പറ്റുന്നു. ഇത് അവസാന കാലഘട്ടത്തിൽ വരും മക്കളെ. പ്രത്യാശ നഷ്ടപ്പെട്ട ജനത. അവൻ അതുകൊണ്ട് ആദ്യം ചെയ്യാൻ പോകുന്ന സഭയിലുള്ള പ്രത്യാശ നഷ്ടപ്പെടുത്തുക. സഭയിലെ പ്രത്യാശ നഷ്ടപ്പെട്ടാലുള്ള കാര്യം എന്താ? 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, സഭയിൽ പ്രത്യാശ നഷ്ടപ്പെട്ടാൽ നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ ഇല്ലാതാകും. രണ്ടാമൻ ചെയ്യുന്ന കാര്യം, സഭയിൽ നന്മയില്ല, സ്നേഹമില്ല എന്ന് സഭയുടെ ചില വീഴ്ചകൾ എടുത്തു കാണിച്ചുകൊണ്ട് അവൻ പ്രചരിപ്പിക്കാൻ തുടങ്ങും. അതിന്റെ ഫലമായിട്ട് അനേകർ വഴിതെറ്റാൻ തുടങ്ങും, പ്രത്യാശ നഷ്ടപ്പെടാൻ തുടങ്ങും. മൂന്നാമതായിട്ട്, ഈ സഭയിലേക്കാളും കൂടുതൽ നന്മ മറ്റു മതങ്ങൾക്കും മറ്റു പ്രസ്ഥാനങ്ങൾക്കും ഉള്ളേ, അതുകൊണ്ട് ഇവിടെയല്ല പ്രത്യാശ അർപ്പിക്കണ്ടേ, അവിടെയാണ് പ്രത്യാശ അർപ്പിക്കണ്ടേ എന്ന് പറഞ്ഞ് അനേകരെ അവൻ വഴിതെറ്റിക്കും. ഇത് അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകും മക്കളെ. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു തരുന്ന ഈ ഇരുളിമയുടെ ഈ രണ്ടാമത്തെ കാര്യം, വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാനും പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കാനും ഓരോ ദൈവമക്കളും പരിശ്രമിക്കണം. അതിന് നമ്മൾ സഹായിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധി അമ്മ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. മൂന്നാമത്തെ ഇരുളിമയാണ്. ഇരുളിമയുടെ മൂന്നാമത്തെ തലമാണ് സ്നേഹം നഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയാം സാത്താൻ ആദ്യമാതാപിതാക്കളെ കബളിപ്പിക്കുന്ന രീതി എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം സ്നേഹമല്ല എന്നവൻ ആദ്യമാതാപിതാക്കളുടെ മുമ്പിൽ സ്ഥാപിക്കുക. അവനെ സ്ഥാപിക്കുന്ന രീതി, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അവൻ മാനിക്കുന്നില്ല. അതുകൊണ്ടല്ലേ ചെയ്യരുത് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇത് ചെയ്യരുത്, അരുത് എന്ന് പറയാൻ അവൻ കാരണം, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അവൻ മാനിക്കുന്നില്ല, നിങ്ങളെ അവൻ സ്നേഹിക്കുന്നില്ല. സ്നേഹമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് നിങ്ങളെ രക്ഷിക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് അവനിലല്ല നിങ്ങൾ അടുത്തിരിക്കേണ്ടേ. അവനല്ല യഥാർത്ഥ സ്നേഹം, ഞാനാണ് യഥാർത്ഥ സ്നേഹം. സാത്താനിലേക്ക് പ്രേരിപ്പിക്കുക. ഞാനാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നത്, ഞാനാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്, ഞാനാണ് സ്നേഹയോഗ്യമായിട്ടുള്ളവൻ. പ്രിയപ്പെട്ടവരെ, ഇവന്റെ വാക്കിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ അറിയാതെ അവർ അവനെ സ്നേഹത്തിലേക്ക് പോയി. എന്തു പറ്റി? അവർ വീണുപോയി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. സ്നേഹമാ ഒരാത്മാവിനെ സംബന്ധിച്ച് ജീവനും പ്രകാശവും നൽകുന്നത്. അവസാന കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്ന കാര്യം, മനുഷ്യന്റെ ആത്മാവിൽ നിന്നും ഈ ലോകത്തിൽ നിന്നും സ്നേഹം അവൻ എടുത്തു മാറ്റും. അതോടുകൂടി ഈ ലോകം മുഴുവൻ ഒരു നിർജീവ അവസ്ഥ, ഒരു ഇരുളിമയുടെ അവസ്ഥയായിത്തീരും. അതിലൂടെ അനേകർ നഷ്ടപ്പെടാനായിട്ട് തുടങ്ങും. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്ത് വർദ്ധിച്ചു വരുന്ന കലാപങ്ങൾ, വർദ്ധിച്ച് ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ, ശക്തമായിട്ടുള്ള ഭീകര പ്രവർത്തനങ്ങൾ, മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച് കളയുന്ന, സ്നേഹം എടുത്തു മാറ്റുന്ന രീതിയിലുള്ള പ്രകടമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇഷ്ടം പോലെ ലോകത്ത് നടക്കുന്നില്ലേ? ഇത് നടക്കുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കണേ? ഇതിലൂടെ അനേകരുടെ മനസ്സിൽ വിശ്വാസം നഷ്ടപ്പെടുന്നു, പ്രത്യാശ നഷ്ടപ്പെടുന്നു, സ്നേഹം നഷ്ടപ്പെടുന്നു, സ്നേഹം മരവിച്ചു പോകുന്നു, അവർക്ക് മുന്നോട്ട് പോകാൻ ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ വരുന്നു. അതിലൂടെ അത് നഷ്ടപ്പെട്ടു പോകുക. അതിനായിട്ട് അവൻ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്നാണെന്നറിയണോ പ്രിയപ്പെട്ടവരെ? സഭയെ കുറിച്ച് വളരെ മോശമായിട്ട് അവൻ വ്യാഖ്യാനിച്ച് ലോകത്തോട് കൊടുക്കും. സഭ കൊള്ളില്ലാത്തതാ, സഭ ഒത്തിരി ചീത്ത കാര്യങ്ങളാ, ഇപ്രകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സഭയ്ക്കെതിരായിട്ട് ഇവൻ പ്രവർത്തിക്കും. ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നടക്കുന്ന കാര്യം എന്താ? അനേകര് സഭയെ സംശയിക്കാൻ തുടങ്ങും. രണ്ടാമതായിട്ട്, സ്നേഹം വറ്റിയിരിക്കുന്ന ഒരു മകന്റെ ജീവിതത്തിൽ സഭയിൽ നിന്നും ഒരു മുറിവ് കിട്ടിയാൽ അവർ സഭയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുകയും സഭയെ കുറ്റപ്പെടുത്തിയും സഭയുടെ അധികാര മേഖലയിലുണ്ടായിരുന്ന വീഴ്ചകളെ അവർ എടുത്തു പറയും. സഭയ്ക്കെതിരായിട്ട് അവർ കല്ലെറിയാനും തുടങ്ങും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം പ്രിയപ്പെട്ടവരെ, ദൈവത്തിലുള്ള സ്നേഹം നഷ്ടപ്പെട്ടാൽ, സഹോദരങ്ങളിലുള്ള സ്നേഹം നഷ്ടപ്പെട്ടാൽ, സഭയിലുള്ള സ്നേഹം നഷ്ടപ്പെട്ടാൽ, ആ നിമിഷം അവൻ വിശ്വാസം അല്ലെങ്കിൽ ഒരു തണുത്ത മരവിച്ചു പോയ മനുഷ്യനായി തീരും. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരാളുണ്ട്. കല്ലറയിൽ 3 ദിവസം ഈശോ കിടക്കുന്ന സമയത്ത് തൊട്ടടുത്ത്
അവിടെ നിന്ന് മാറി നിന്നുകൊണ്ട് വിശ്വാസം അല്പം പോലും ഇളകാതെ ഒരു വ്യക്തി അവിടെ നിന്നു. പ്രത്യാശ അല്പം പോലും ഇളകാതെ ഒരു വ്യക്തി അവിടെ നിന്നു. സ്നേഹം അല്പം പോലും കുറയ്ക്കാതെ ഒരു വ്യക്തി അവിടെ നിന്നു. അത് മറ്റാരുമല്ല, പരിശുദ്ധി അമ്മയാ. എന്ന് എന്താ പറയണമെന്ന് ചോദിച്ചാൽ, അവസാന കാലഘട്ടത്തിൽ മക്കളെ, ഈ 3 പ്രലോഭനങ്ങൾ, വിശ്വാസം നഷ്ടപ്പെടുന്ന, പ്രത്യാശ നഷ്ടപ്പെടുന്ന, സ്നേഹം നഷ്ടപ്പെടുന്ന കാര്യം സാത്താൻ കൊണ്ടുവന്ന് മനുഷ്യനെ മുഴുവനും തകർക്കാൻ നോക്കും. ഈ തകർക്കാനായിട്ട് നോക്കുമ്പോൾ നമുക്കതിൽ പിടിച്ചു നിൽക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച്, ഒരിക്കലും വിശ്വാസത്തിൽ ഇളക്കം വരാത്ത, പ്രത്യാശയിൽ ഇളക്കം വരാത്ത, സ്നേഹത്തിൽ കുറവില്ലാത്ത ആ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങിയാൽ മാത്രമാണ് മക്കളെ ഈ പ്രലോഭനത്തെ അതിജീവിച്ചുകൊണ്ട് സ്വർഗം സ്വന്തമാക്കാൻ നമുക്ക് പറ്റൂ. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ മനസ്സിലാക്കി ജീവിച്ചോണം. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ സഭയെ വിട്ട് കളഞ്ഞേക്കരുത്. എന്തും ഉണ്ടായിക്കോട്ടെ, സഭയ്ക്കെതിരെ എന്തും വന്നോട്ടെ, സഭയ്ക്ക് ഉള്ളിലും പുറത്തും എന്തൊക്കെ വന്നോട്ടെ, പക്ഷേ എൻ്റെ കർത്താവായി സഭ സ്ഥാപിച്ചേക്കണം. ഈ സഭയിൽ ജീവനുണ്ട്. ഈ സഭയ്ക്കെതിരായിട്ട് ഞാൻ പ്രവർത്തിക്കില്ല, സഭയെക്കുറിച്ച് ഞാൻ ഒന്നും പറയില്ല, സഭയിൽ നടക്കുന്ന കാര്യം ഇതൊക്കെ കർത്താവ് അറിഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് മക്കളെ, നമ്മൾ സഭയോട് ചേർന്ന് നിന്നാൽ മാത്രം മതി. സഭയ്ക്കെതിരെ പ്രവർത്തിച്ചാൽ വിശ്വാസം നഷ്ടപ്പെടും, പ്രത്യാശ നഷ്ടപ്പെടും, സ്നേഹം നഷ്ടപ്പെടും. അതുകൊണ്ട് ഒരിക്കലും സഭയെ വിട്ട് കളഞ്ഞേക്കരുത്. സഭയെ ചേർത്ത് പിടിക്കുക. ആ ചേർത്ത് പിടിക്കാൻ കൃപ കിട്ടുന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. നമുക്ക് ഈ നിമിഷം പരിശുദ്ധ അമ്മ മാതാവിലൂടെ നമുക്ക് നൽകുന്ന ചെറിയൊരു സന്ദേശമുണ്ടല്ലോ, ആ സന്ദേശം സ്നേഹത്തോടെ ശ്രവിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ ആരാധനയ്ക്കായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം. എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ആത്മാവ് സമർപ്പണം നടത്തുമ്പോൾ എൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തിക്ക് വലിയ പ്രാധാന്യം നൽകണമെന്ന് പിതാവായ ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ദിവസവും ജപമാല അർപ്പിക്കുക, ആദ്യ ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക, നിങ്ങളുടെ യാചനകൾ എനിക്ക് തരിക, നിങ്ങളുടെ ജീവിതത്തിൽ എന്നെ ആശ്രയിക്കുക. ഇവയെല്ലാം ഞാൻ എൻ്റെ മകന് കൈമാറും. എന്നോടുള്ള സ്നേഹത്തെ പ്രതി ഇവയെല്ലാം ചെയ്യുക. നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ഇവയെല്ലാം എൻ്റെ മകന് കൊടുക്കും. എൻ്റെ കുഞ്ഞു മക്കളെ, നിങ്ങളുടെ ഓരോ ദിവസവും ആരംഭിക്കേണ്ടത് ഇപ്രകാരമുള്ള പ്രാർത്ഥനയോടെയാണ്. പരിശുദ്ധ കന്യകാമറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. മറിയമേ, ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ. ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ. വിചാരത്തിൽ എന്നെ വിശുദ്ധിയും മാധുര്യവും ഉള്ള വ്യക്തിയാക്കി മാറ്റണമെന്ന് മാതാവിനോട് അപേക്ഷിക്കുന്നു. വാക്കിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ് എന്ന് 5 പ്രാവശ്യം ചൊല്ലും. പ്രവൃത്തിയിൽ ദൈവസ്നേഹത്തിൽ വളരാനായി 3 പരസ്നേഹ പ്രവൃത്തികൾ ചെയ്യും. ഉപേക്ഷ വരുത്താതെ പ്രാർത്ഥനകൾ ഭക്തിപൂർവം സാവധാനത്തിൽ ചൊല്ലും. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിലും മേലേ സർവശക്തനാകും യേശു. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിലും മേലേ സർവശക്തനാകും യേശു. രാജാതിരാജനെ കർത്താതി
ആദികർത്തനെ താൻ മാത്രം അമർത്യതയുള്ളവനെ വീരനാം ദൈവമേ അത്ഭുതമന്ത്രിയെ ഈശോ ഈ യുദ്ധം അങ്ങേക്കുള്ളത് വീരനാം ദൈവമേ അത്ഭുതമന്ത്രിയെ ഈശോ ഈ യുദ്ധം അങ്ങേക്കുള്ളത് സർവസൈന്യാധിപൻ യേശു സർവ അധികാരിയാം യേശു സർവനാമത്തിലും മേലേ സർവശക്തനാകും യേശു സർവസൈന്യാധിപൻ യേശു സർവ അധികാരിയാം യേശു സർവനാമത്തിലും മേലേ സർവശക്തനാകും യേശു. കരമുയർത്തി വിളിച്ച മക്കളെ യേശുവേ വിജയോത്സവം യേശു കർത്താവ് രക്ഷനായകൻ സർവസൈന്യാധിപൻ യേശു സർവ അധികാരിയാം യേശു സർവനാമത്തിലും മേലേ സർവശക്തനാകും യേശു. ആരാധന 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 ആരാധന. കരമുയർത്തി പിടിച്ചുറക്ക വിളിച്ച യേശുവേ പരിശുദ്ധ പരമദിവികാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമാധിവികാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. വിശ്വാസവും പ്രത്യാശയും സ്നേഹം ഞങ്ങളിൽ ആഴത്തിൽ വർദ്ധിപ്പിക്കുന്ന പരിശുദ്ധ പരമാധിവികാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഒരു നിമിഷം രണ്ട് കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. കണ്ണടയ്ക്കാം, അല്ലെങ്കിൽ കണ്ണു തുറന്ന് ഈശോയെ മാത്രം നോക്കാം. നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, അവസാന ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധം മാനവരാശിയെ മുഴുവനും, അല്ലെങ്കിൽ ക്രൈസ്തവരെ മുഴുവനും, ദൈവവിശ്വാസികളെ മുഴുവനും സഭയിൽ നിന്നും അകറ്റിയെടുക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും വിത്ത് വിതയ്ക്കപ്പെട്ടത് സഭയിലൂടെയാണ്. സഭയെക്കുറിച്ച് എന്തൊക്കെ മോശമായ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുമോ, സഭയെ നശിപ്പിക്കാൻ പറ്റുമോ, അതിനുവേണ്ടി സാത്താൻ ഓരോ രീതിയിലും പ്രവർത്തിക്കാൻ തുടങ്ങും. മക്കളെ, കർത്താവ് നമ്മളോട് പറയുന്നു, കുഞ്ഞെ, സഭയാകുന്ന ശരീരത്തിന്റെ ശിരസാ ഞാൻ. സഭ എൻ്റെ മൗതിക ശരീരമാ. ഈ ശരീരം അഴുകാനായിട്ട്, ജീർണിക്കാനായിട്ട് കുഞ്ഞെ, ഈ ലോകത്തെ ആരെയും നീ അനുവദിക്കരുത്. ഈ സഭയ്ക്കെതിരായിട്ട് കുഞ്ഞെ നീ പ്രവർത്തിച്ചേക്കരുത്, ചിന്തിച്ചേക്കരുത്, ആലോചിച്ചേക്കരുത്, എതിർത്തേക്കരുത്, സംശയിച്ചേക്കരുത്. കാരണം ഇതെന്റെ മൗതിക ശരീരമാണ്. പ്രിയപ്പെട്ട മക്കളെ, ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് ചിന്തിച്ച് നോക്കിക്കേ. ഞാൻ സഭയെ എതിർത്തിട്ടുള്ള ഒരു വ്യക്തിയാണോ?
സഭയ്ക്കെതിരായി പ്രവർത്തിച്ചേക്കുന്ന ഒരു വ്യക്തിയാണോ? ഈശോയെ. സഭയെക്കുറിച്ച് മലിനമായിട്ടുള്ള രീതിയിൽ സംഭാഷണം നടത്തിയേക്കുന്ന ഒരു വ്യക്തിയാണോ? സഭയൊന്നും ആവശ്യമില്ല, ഇത് പണം ഉണ്ടാക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള വിമർശനങ്ങൾ നമ്മൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണോ? ഈശോ. സഭയുടെ മുഖം ഞാൻ വൈരൂപ്യമാക്കിയിട്ടുണ്ടോ? വിരൂപമാക്കിയിട്ടുണ്ടോ? നശിപ്പിച്ചിട്ടുണ്ടോ? കൊള്ളില്ലാതാക്കിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം മാപ്പ് ചോദിച്ച് കർത്താവിന്റെ മുന്നിൽ ഒരിക്കലും ജീവിതത്തിൽ ഇളകാത്ത, വിശ്വാസത്തിൽ ഒരിക്കൽ പോലും പതറാത്ത ഒരു വ്യക്തിയാ പരിശുദ്ധ അമ്മ. അമ്മയുടെ കയ്യിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാം. അമ്മയോട് ഒറ്റ ആഗ്രഹം മാത്രം പറയാം, അമ്മേ, വിശ്വാസത്തിൽ പതറാതെ, സഭയിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടാൻ, സഭയെ ഒരിക്കലും ഒറ്റിക്കൊടുക്കാതെ, സഭയെ ഒരിക്കലും നശിപ്പിക്കാതെ, സഭയ്ക്കെതിരായി ഒരിക്കലും പ്രവർത്തിക്കാതെ, സഭയുടെ ഏതൊരവസ്ഥയിലും സഭയെ ചേർത്ത് പിടിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ മനുഷ്യനാകാൻ അമ്മേ നീ എന്നെ ഒരുക്കണമേ, നീ എന്നെ പഠിപ്പിക്കണമേ എന്ന് മനസ്സുരുകി ആഗ്രഹിച്ച് ഒരു നിമിഷം നമുക്ക് പാടി നിമിഷം പ്രാർത്ഥിക്കാം. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ഒരു നിമിഷം കൂടി മക്കളെ പരിശുദ്ധി അമ്മയുടെ കൈകളിലേക്ക് പ്രത്യാശ നഷ്ടപ്പെട്ട നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ ധാർമ്മികത പോലും നഷ്ടപ്പെടുക, സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെടുക, ജീവിതത്തിന് വലിയ മൂല്യമില്ലാതായി തീരുക, സ്വന്തം ഇഷ്ടപ്രകാരം എന്തും ചെയ്യാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുണ്ടാകുക. നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. പ്രത്യേകിച്ച് സഭയിലുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല മക്കളെ. നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം ചില കാര്യങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഒരു മരവിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ, നിരാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമുക്ക് വലിയ താല്പര്യങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ടെങ്കിൽ, കുദാശയിലേക്ക് നമ്മൾ അടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ ഈ സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ പരിശുദ്ധി അമ്മ വഴി ഒന്ന് മാപ്പ് ചോദിക്കാം. അമ്മയുടെ കരങ്ങളിലേക്ക്, വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയെ സമർപ്പിച്ചിട്ട്, അമ്മേ, പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ, പ്രത്യാശയിൽ ഞങ്ങളെ വളർത്തണമേ, പ്രത്യാശയിൽ ഞങ്ങളെ ഉജ്ജീവിപ്പിക്കണമേ എന്ന് വലിയ ആഗ്രഹത്തോടെ നമുക്കൊന്നു ചേർന്ന് നമ്മളിലും നമുക്ക് സഭയിലും ആഴത്തിലുള്ള ഒരു പ്രത്യാശ കിട്ടാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്കൊന്ന് വിളിച്ചു പാടാം. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. പ്രത്യാശയുടെ നാളുകളാ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, പരിശുദ്ധാത്മാവേ, തിരുസഭ മുഴുവൻ കത്തിപ്പടരട്ടെ. ഒരു നിമിഷം കൂടി പരിശോധിക്കാം മക്കളെ. സഭയ്ക്കെതിരായി നമ്മൾ സ്നേഹിക്കാത്ത ഒരവസ്ഥ വന്നു പോയിട്ടുണ്ടോ? സ്നേഹം ആത്മാവിൽ നഷ്ടപ്പെടുമ്പോൾ പ്രകാശവും ജീവനും നഷ്ടപ്പെടുക, ഇരുളിമ വരികയാണ്. നമ്മുടെ ജീവിതം പരിശോധിച്ച് നോക്കിക്കേ. സ്നേഹം തണുത്തുപോയ ഒരവസ്ഥ, സ്നേഹം മരവിച്ചു പോയൊരവസ്ഥ, ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരവസ്ഥ, പ്രത്യേകിച്ച് സഭയിലെ ചില കാര്യങ്ങളും വിഷമങ്ങളും കണ്ടപ്പോൾ ഈ സഭ വിട്ടുപോകണമെന്ന് ചിന്തിച്ചു പോയ ഒരവസ്ഥ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം നമുക്ക് മാപ്പ് ചോദിച്ചേ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിക്കാം. അമ്മേ, ഞങ്ങൾക്ക് ഒത്തിരി കുറവ് വന്നിട്ടുണ്ട്. ഞങ്ങൾ പലപ്പോഴും ഈശോയെ നിന്നെ സ്നേഹിക്കാൻ ഞങ്ങൾ നോക്കി, പക്ഷെ നീ ഞങ്ങൾക്ക് കൃപ തരുന്ന, വഴിയൊരുക്കി തരുന്ന, അനുഗ്രഹം തരുന്ന സഭയെ പലപ്പോഴും ഞങ്ങൾ മറന്നു കളഞ്ഞു. സഭയുടെ പല കാര്യങ്ങളും ഞങ്ങൾ ഉപേക്ഷിച്ചു. സഭ എന്നും ഞങ്ങൾക്ക് ചർച്ചാ വിഷയമായി. സഭയെ ഞങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ വിമർശിച്ചു, സംശയിച്ചു. അപ്പൊ പലപ്പോഴും സഭ ഉപേക്ഷിച്ചു പോയാലോ എന്ന് പോലും ഞങ്ങൾ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഞങ്ങൾ മാപ്പ് ചോദിക്കുക. ഈ മേഖലയിൽ നമുക്ക് വന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അമ്മയുടെ വിമല ഹൃദയം വഴി ദിവ്യകാരുണ്യ ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തോട് കരുണയായിരിക്കണമേ, കരുണയാൽ ഞങ്ങളെ ഒന്ന് കഴുകണമേ, ഞങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കണമേ.
ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹവും വിശ്വാസവും പ്രത്യാശയും ഞങ്ങൾക്ക് തിരിച്ചു തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഈ ഒരു അഭിഷേകം നമുക്ക് കിട്ടാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, തിരുസഭ മുഴുവൻ കത്തിപ്പടരട്ടെ. ഒരു നിമിഷം കൂടി പ്രിയപ്പെട്ട മക്കളെ, അനേകർ സഭയ്ക്കെതിരായി പ്രവർത്തിക്കുന്നുണ്ട്. സാത്താന്റെ നിഗൂഢ ആലോചനയാ സഭ തകരണം, സഭ മോശപ്പെടണം, സഭ സ്നേഹയോഗ്യമല്ലാതായി തീരണം. സഭയെ സംരക്ഷിക്കേണ്ട മക്കളാണ് നമ്മുടെ സഭയ്ക്കെതിരായിട്ട് ഏതെങ്കിലൊക്കെ രീതിയിൽ സാത്താൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, വ്യക്തികളിലൂടെ, ചില പ്രസ്ഥാനങ്ങളിലൂടെ, ചില ചിന്താക മണ്ഡലങ്ങളിലൂടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ കാണുന്ന സകല കാര്യങ്ങളും ഈ നിമിഷം തകരപ്പെടണം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടായ്മ വേണം. സഭയെ ചേർത്ത് പിടിക്കുന്ന മക്കളുണ്ടാകണം. പരിശുദ്ധ അമ്മ തൻ്റെ നീലക്കാപ്പ കൊണ്ട് തൻ്റെ സഭയെ പൊതിഞ്ഞു പിടിച്ച പോലെ നമുക്ക് ആ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പൊതിഞ്ഞു പിടിക്കണം. പ്രിയപ്പെട്ടവരെ, സഭയ്ക്കകത്തും പുറത്തുമുള്ള ജീർണതകളും മുഴുവനും എടുത്തു മാറ്റണം. സഭയിലുള്ള മുഴുവനും തിന്മയുടെ സ്വാധീനങ്ങൾ എടുത്തു മാറ്റപ്പെടണം. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് സഭയിൽ ഇറങ്ങി പ്രവർത്തിക്കണം. പ്രിയപ്പെട്ടവരെ, സഭയിലുള്ള സകല പൈശാചിക ശക്തികള്, തിന്മയുടെ സ്വാധീനങ്ങള്, അന്ധകാര കെട്ടുകള്, സഭയ്ക്കെതിരായിട്ടുള്ള ചിന്താഗതികളുടെ കെട്ടുകള്, അന്ധകാര പൈശാചിക പീഡകള്, ഇത് മുഴുവനും എടുത്തു മാറ്റപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് കരം ഉയർത്തിപ്പിടിച്ച് എല്ലാവരും സ്തുതിക്കാമോ? ശക്തികൾ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ, ശക്തികൾ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ. അഭിഷേകത്തിൻ ജ്വാലകളാൽ എരിഞ്ഞു ചാമ്പലാകട്ടെ, അഭിഷേകത്തിൻ ജ്വാലകളാൽ എരിഞ്ഞു ചാമ്പലാകട്ടെ. ശക്തികൾ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ, ശക്തികൾ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ. അഭിഷേകത്തിൻ ചാമ്പലാൽ എരിഞ്ഞു ചാമ്പലാകട്ടെ, അഭിഷേകത്തിൻ ശക്തിയാൽ എരിഞ്ഞു ചാമ്പലാകട്ടെ. നീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ, കത്തട്ടെ, നീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ. അഭിഷേകത്തിൻ ജ്വാലകളാലെ ഭൂതലമാകെ പടരട്ടെ, അഭിഷേകത്തിൻ ജ്വാലകളാലെ ഭൂതലമാകെ പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. പരിശുദ്ധപരമ ദിവികാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമ ദിവികാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമ ദിവികാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, വലിയ ബോധ്യത്തിൽ നമ്മൾ നിൽക്കണം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചാൽ മാത്രമാ ഈ ഇരുളിൻ്റെ 3 ദിനങ്ങളെ മറികടക്കാൻ പറ്റൂ. എന്ന് വെച്ചാൽ വിശ്വാസത്തിലും പ്രത്യാശയിലും ഒപ്പം സ്നേഹത്തിലും
നിലനിൽക്കാനായിട്ട് നമുക്ക് പറ്റൂ. സഭയെ ചേർത്ത് പിടിക്കാൻ പറ്റൂ. അമ്മയെ ഒട്ടും വിട്ട് കളഞ്ഞേക്കരുത്. നമ്മുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ 3 പുണ്യങ്ങളും ജീവിതത്തിൽ മരണം വരെ നിലനിൽക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന പുണ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വായിച്ച് അത് അഭ്യസിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ. വിചാരത്തിൽ എന്നെ വിശുദ്ധിയും മാധുര്യവും ഉള്ള വ്യക്തിയാക്കി മാറ്റണമെന്ന് മാതാവിനോട് അപേക്ഷിക്കുന്നു. വാക്കിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ് എന്ന് 5 പ്രാവശ്യം ചൊല്ലും. പ്രവൃത്തിയിൽ ദൈവസ്നേഹത്തിൽ വളരാനായി 3 പരസ്നേഹ പ്രവൃത്തികൾ ചെയ്യും. ഉപേക്ഷ വരുത്താതെ പ്രാർത്ഥനകൾ ഭക്തിപൂർവം സാവധാനത്തിൽ ചൊല്ലും. പരിശുദ്ധി അമ്മ ഈ പുണ്യങ്ങളാൽ നിറച്ച് നീലക്കാപ്പ കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും പൊതിയട്ടെ. ആമേൻ.